Good afternoon. Good afternoon. കേൾക്കാൻ പറ്റുന്നുണ്ടോ? Okay. Okay. ഇവിടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. പ്രിൻസിപ്പൽസ് പറഞ്ഞല്ലേ ചാപ്റ്റർ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. Okay. Next വരുന്നത് essential characteristics of sound personal policy. Personal policies characteristics. Personal policyയുടെ സവിശേഷതകൾ എന്തെല്ലാമുണ്ട്? What are the main characteristics of personal policies? ഈ പേഴ്സണൽ പോളിസി നയങ്ങളുടെയൊക്കെ പ്രത്യേക സവിശേഷതകൾ എന്തൊക്കെയാണ്? It should be clear, positive and early എന്നല്ല ട്ടോ, easily understood എന്നാക്കണേ. Easily understood എന്നാക്കണേ. Positive and easily understood. കണ്ടോ? Early understood എന്നല്ല, easily understood. It should be clear, positive and easily understood by each and every employee of the organization. The personal policies എങ്ങനെയാണ്? ഈ നയങ്ങൾ എങ്ങനെയായിരിക്കും? അത് ക്ലിയർ ആയിരിക്കും. It should be clear, വളരെയധികം വ്യക്തവും അതുപോലെ തന്നെ പോസിറ്റീവ് ആയിരിക്കും. Then easily understood by each and every employee of the organization. എന്താണ്? ഓർഗനൈസേഷനിലെ ഓരോ എംപ്ലോയീസിനും പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം. ആ രീതിയിലാണ് ഈ പേഴ്സണൽ പോളിസീസുകൾ തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. Okay, it should be clear, positive and easily understood by each and every employee of the organization. Okay. ഇനി it should be in written form. It should be in written form. ഇതെങ്ങനെയുള്ളതായിരിക്കും? റിട്ടേൺ ഫോമിലായിരിക്കും. ഇതൊരു രേഖാമൂലമായിരിക്കും തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത് അല്ലേ? ഇതൊരു രേഖാമൂലം തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ഒരു രൂപത്തിലായിരിക്കും ഈ പോളിസീസുകൾ തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. ഇറ്റ്സ് എ റിട്ടേൺ ഫോം. പേഴ്സണൽ പോളിസി എങ്ങനെയാണ്? ഇറ്റ് ഷുഡ് ബി ഇൻ റിട്ടേൺ ഫോമിലായിരിക്കും. Then it should be in the local language also. ഇതിന്റെ ലാംഗ്വേജ് എങ്ങനെയായിരിക്കും? എങ്ങനെയാണ്?
it should be in the local language also. അല്ലെ, ലോക്കൽ ലാംഗ്വേജിൽ തന്നെ പ്രാദേശിക ഭാഷയിലായിരിക്കും അത് തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. റിട്ടേൺ ഫോമിലായിരിക്കും, പ്രാദേശിക ഭാഷയിലായിരിക്കും അത് തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലായിരിക്കും പേഴ്സണൽ പോളിസീസ് രേഖപ്പെടുത്തിയിരിക്കുക. ഓക്കെ, then it should be generally known to all those who are interested. It should be generally known to all those who are interested. എന്താണ്? അപ്പോ ഇതിന്റെ വ്യവസ്ഥാവിധികൾ താല്പര്യമുള്ള എല്ലാ എംപ്ലോയീസും തന്നെ അറിഞ്ഞിരിക്കേണ്ടതാണ്, അല്ലെ? Should be generally known to those who are interested. ജനറൽ പോളിസി, പേഴ്സണൽ പോളിസി താല്പര്യമുള്ളവരെല്ലാം തന്നെ പൊതുവായിട്ട് തന്നെ അറിഞ്ഞിരിക്കേണ്ടതാണ്. It should be written in order to preserve it against loss. എന്താണ്? It should be written in order to preserve it against loss. എന്താണ്? ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടങ്ങളൊക്കെ ലോസ് ഉണ്ടായി കഴിഞ്ഞാൽ അതിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന തരത്തിലായിരിക്കും അത് റിട്ടേൺ ചെയ്തിട്ടുള്ളത്. എന്തെങ്കിലും നഷ്ടങ്ങൾ ഓർഗനൈസേഷനോ അല്ലെ എംപ്ലോയീസിനോ എന്തെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ, ലോസ് ഉണ്ടായി കഴിഞ്ഞാൽ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന തരത്തിലുള്ള ഓർഡറുകൾ, നിയമങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അതൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനുള്ള നിയമങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, then it must be reasonably stable but not rigid. It must be reasonably stable but not rigid. ഈ പേഴ്സണൽ പോളിസിയിൽ എങ്ങനെയായിരിക്കും? സ്റ്റേബിൾ ആയിരിക്കും, അല്ലെ? സ്ഥിരതയുള്ളതായിരിക്കും. ഈ നിയമങ്ങളെല്ലാം തന്നെ സ്ഥിരതയുള്ളതായിരിക്കും, ബട്ട് നോട്ട് റിജിഡ്. പക്ഷെ അത് കർശനമായിട്ടുള്ളവയായിരിക്കില്ല, അല്ലെ? റിജിഡ് ആയിട്ടുള്ളതായിരിക്കില്ല. നിയമങ്ങളെല്ലാം തന്നെ സ്റ്റേബിൾ ആയിരിക്കും, സ്ഥിരതയുള്ള നിയമങ്ങളായിരിക്കും, എന്നാൽ അത് കർശനമായിട്ടുള്ളതായിരിക്കില്ല. ഓക്കെ, it should be the result of the careful analysis of all the available facts. It should be the result of the careful analysis of all the available facts. അതായത് വസ്തുനിഷ്ഠമായിട്ടുള്ള ഫാക്ട്സുകൾ അനുസരിച്ച്, അല്ലെ, അവൈലബിൾ ആയിട്ടുള്ള ലഭ്യമായിട്ടുള്ള വസ്തുതകൾ അനുസരിച്ചിട്ടായിരിക്കും അതിന്റെ റിസൾട്ട് കെയർഫുൾ ആയിട്ട് അനലൈസിസ് ചെയ്യുന്നത്. അതായത് ലഭ്യമായ വസ്തുക്കളുടെ വിശകലനത്തിൽ മാത്രമായിരിക്കും അത് മറ്റു കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നത്. വസ്തുനിഷ്ഠമായിട്ടായിരിക്കും അത് കാര്യങ്ങൾ അനലൈസിസ് ചെയ്യുന്നത്. It should be uniform throughout the organization. It should be uniform throughout the organization. എന്താണ് യൂണിഫോം? ഈ നിയമങ്ങളിലെല്ലാം തന്നെ ഒരു യൂണിഫോമിറ്റി ഉണ്ടായിരിക്കും, അല്ലെ? ഒരേപോലെ നിയമങ്ങൾ എല്ലാവർക്കും ഒരേപോലെ മാകുന്ന രീതിയിൽ ഒരു യൂണിഫോമിറ്റി ഉണ്ടായിരിക്കും. ആ യൂണിഫോമിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഓർഗനൈസേഷനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. It must provide a two-way communication system between the management and employees. It must provide two-way communication system between. ആർക്ക് തമ്മിലാണ് two-way communication system? System between management and employees. മാനേജ്മെന്റും എംപ്ലോയീസും തമ്മിലൊരു two-way communication system ഈ നിയമ മുഖേന, ഈ പോളിസീസ് മുഖേന ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, ഒന്നുകൂടി നോക്കി എന്തൊക്കെയാണ് പേഴ്സണൽ പോളിസിയുടെ ക്യാരക്ടറിസ്റ്റിക്സ്? എന്തൊക്കെയാണ്? ഇറ്റ് ഷുഡ് ബി ക്ലിയർ, അല്ലെ? അത് വളരെയധികം ക്ലിയർ ആയിരിക്കും, പോസിറ്റീവ് ആയിരിക്കും, ഈസിലി അണ്ടർസ്റ്റുഡ് ആവുന്നതായിരിക്കും, അല്ലെ? എംപ്ലോയീസിന്, ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന് ഈസിലി ആയിട്ട് മനസ്സിലാവുന്നതും ക്ലിയർ ആവുന്ന തരത്തിലുമായിരിക്കും പേഴ്സണൽ പോളിസീസുകൾ തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ഇറ്റ് ഷുഡ് ബി ഇൻ റിട്ടേൺ ഫോം. ഇത് ഒരു രേഖാമൂലമാണ് ഇത് തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. ഇനിയായിരിക്കും ഇറ്റ് ഷുഡ് ബി റിട്ടേൺ ഫോം. റിട്ടേൺ ഫോം എന്താണ്? രേഖാരൂപത്തിലായിരിക്കും ഇത് തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. ഇറ്റ് ഷുഡ് ബി ഇൻ ദ ലോക്കൽ ലാംഗ്വേജ് ഓൾസോ. ഏത് ലാംഗ്വേജിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്? ലോക്കൽ ലാംഗ്വേജിലാണ്, പ്രാദേശിക ഭാഷയിലാണ് ഇത് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത്. Then it should be
Generally known to all those who are interested. It should be generally known to all those who are interested. എന്താണ് താല്പര്യമുള്ളവരെല്ലാം തന്നെ പൊതുവായിട്ട് ഈ നിയമങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. താല്പര്യമുള്ളവരെല്ലാം തന്നെ ഈ നിയമങ്ങൾ പൊതുവായിട്ട് അറിഞ്ഞിരിക്കേണ്ടതായിരിക്കും. It should be written in order to serve against laws. എന്താണ് It should be written in order to preserve it against laws. ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടങ്ങൾ ലോസസ് ഉണ്ടായി കഴിഞ്ഞാല് എന്താണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഓർഡേഴ്സുകൾ അല്ലെ നിയമങ്ങളൊക്കെ അതിൽ റിട്ടേൺ ചെയ്തിട്ടുണ്ടായിരിക്കും. എന്തെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ എംപ്ലോയീസിനോ അല്ലെങ്കിൽ ഓർഗനൈസേഷനോ എന്തെങ്കിലും തരത്തിലുള്ള നഷ്ടങ്ങൾ ഉണ്ടായി കഴിഞ്ഞാല് അതിനുള്ള ഓർഡർ റിട്ടേൺ ആയിട്ടുള്ള ഓർഡർ അതിലുണ്ടായിരിക്കുന്നതാണ്. ഇത് സ്റ്റേബിൾ ആയിരിക്കും ബട്ട് നോട്ട് റിജിഡ്. ഇത് സ്ഥിരതയുള്ള നിയമങ്ങളായിരിക്കും പക്ഷെ കർശനമായിട്ടുള്ളവയായിരിക്കില്ല. It must be reasonably stable but not rigid. It should be reasonably stable but not rigid. It should be the result of the careful analysis of all the available facts. വസ്തുനിഷ്ഠമായിട്ടുള്ള ഫാക്ട്സുകൾ അനുസരിച്ചിട്ടാണ് ഇതിലൊരു അനാലിസിസ് നടത്തുന്നത്. വസ്തുനിഷ്ഠമായിട്ടുള്ള ഫാക്ട്സുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ പേഴ്സണൽ പോളിസീസിന്റെ അനാലിസിസുകൾ നടത്തപ്പെടുന്നത്. It should be uniform throughout organization. എങ്ങനെയാണ് ഇതിനൊരു യൂണിഫോമിറ്റി ഉണ്ടായിരിക്കും. പേഴ്സണൽ പോളിസിക്ക് ഒരു യൂണിഫോമിറ്റി ഉണ്ടായിരിക്കും. It must provide a two-way communication system between the management and the employees. It must provide a two-way communication system. മാനേജ്മെന്റും എംപ്ലോയീസും തമ്മിൽ ഒരു two-way communication system, നല്ല രീതിയിലുള്ള ആശയവിനിമയമായ സിസ്റ്റം ഉണ്ടായിരിക്കുന്നതാണ്. ഇത്രയാണ് എന്താ പേഴ്സണൽ പോളിസിയുടെ ക്യാരക്ടറിസ്റ്റിക്സ്. ക്ലിയർ ആണോ ഇത്? നെക്സ്റ്റ് വരുന്നത് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ്. ഒരു ഓർഗനൈസേഷന്റെ ഘടന എങ്ങനെയാണ്, സ്ട്രക്ചർ എങ്ങനെയാണ്? An organization structure explains how activities like task allocation, coordination, and supervision are directed toward the achievement of organizational aims. Underline ചെയ്യണേ. ഒരു ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ പ്രധാനമായിട്ട് എങ്ങനെയായിരിക്കും? ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിരിക്കും അല്ലെ. എന്തൊക്കെ കാര്യങ്ങളില്? ടാസ്ക് അലോക്കേഷൻ, ആർക്കൊക്കെയാണ് ടാസ്ക് അലോട്ട് ചെയ്ത് കൊടുക്കേണ്ടത്, എങ്ങനെ അത് കോർഡിനേറ്റ് ചെയ്യണം, എങ്ങനെ അത് സൂപ്പർവൈസ് ചെയ്യണം, എങ്ങനെ അത് ഡയറക്ട് ചെയ്യണം എന്നീ കാര്യങ്ങളൊക്കെ അടങ്ങിയാണ് ഒരു ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് അല്ലെ. ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് എന്താണ്? വിവിധ ഡിപ്പാർട്ട്മെന്റ്സിലെ ഓരോ വ്യക്തികൾ ഉണ്ടായിരിക്കും, ഓരോ ഇൻഡിവിജ്വൽസ് ഉണ്ടായിരിക്കും, ഗ്രൂപ്പ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെ ഈ ഒരു കാറ്റഗറിയിലാണ് എന്താ ഒരു ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഈ ഒരു ഓർഡറിൽ മാത്രം നടന്നാൽ മാത്രമേ ഒരു സംഘടനയിലെ അച്ചീവ്മെന്റ്സ് ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, ഒരു ഓർഗനൈസേഷന്റെ മെയിൻ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉൾപ്പെടുന്നതാണ് അതില്? ടാസ്ക് അലോക്കേഷൻ, അണ്ടർലൈൻ ചെയ്ത് പോകട്ടോ. ടാസ്ക് അലോക്കേഷൻ, കോർഡിനേഷൻ, സൂപ്പർവിഷൻ. ഓക്കെ, are directed toward the achievement of organizational aims. ഒരു ഓർഗനൈസേഷന്റെ എയിംസ് സാക്ഷാത്കരിക്കുന്നതിന് ഇത്തരം കാര്യങ്ങൾ ഈ ഒരു സ്ട്രക്ചറിൽ കൂടി കടന്നുപോയാൽ മാത്രമേ ആ സംഘടനയിലെ അച്ചീവ്മെന്റ്സ് ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, ഇനി ഇവിടെ കോൺസെപ്റ്റ്സ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ കോൺസെപ്റ്റ് ആണ് ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ ഉൾപ്പെടുന്നത്? ഇതൊക്കെയാണ് task accomplishment of personal satisfaction. Task accomplishment of personal satisfaction. ഫസ്റ്റ് കോൺസെപ്റ്റ് ആണ് ഒരു ഓർഗനൈസേഷന്റെ ഘടനയിലെ ആദ്യത്തെ കോൺസെപ്റ്റ് ആണ് എന്ത്? ടാസ്ക് അക്കംപ്ലിഷ്മെന്റ് ഓഫ് പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ. എന്താണ്? ടാസ്ക് പൂർത്തീകരണവും അതുപോലെ തന്നെ എന്താണ് പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ? എന്താണ്? എംപ്ലോയീസിന്റെ തൃപ്തി അല്ലെ. ടാസ്ക് കംപ്ലീറ്റ് ആയിട്ട് പൂർത്തീകരിക്കുക, അതുപോലെ എന്താണ് ടാസ്ക് കംപ്ലീറ്റ് ആയി പൂർത്തീകരിച്ചാൽ മാത്രമേ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കുള്ളൂ അല്ലെ. എംപ്ലോയീസിന്റെ ഇടയിൽ സംതൃപ്തി ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ അത് മെയിൻ കോൺസെപ്റ്റ് തന്നെയാണ്.
ഓർഗനൈസേഷൻ സ്ട്രക്ചറിന്റെ മെയിൻ കോൺസെപ്റ്റ് ആണെന്ന് ടാസ്ക് അക്കംപ്ലിഷ്മെന്റ് ഓഫ് പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ. Okay. Second, delegation of authority. Delegation of authority എന്താണ്? പ്രതിനിധി സംഘം. ഒരു ഓർഗനൈസേഷനെ സപ്പോർട്ട് ചെയ്യുന്നതിനായിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് ഉണ്ടായിരിക്കും, ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ഉണ്ടായിരിക്കും. അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്? It is the delivery by one individual to another right to act, to take decision, to requisition resources, to give direction to others, to act and to execute other tasks in order to fulfill job responsibilities. എന്താണ് delegation of authority എന്ന് പറഞ്ഞാൽ? ഒരു ജോലിയുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റപ്പെടുന്നതിനായിട്ട് എന്താണ് പ്രവർത്തിക്കുവാനും തീരുമാനങ്ങൾ എടുക്കുവാനും പിന്നെന്താണ് റിക്വസിഷൻ റിസോഴ്സ് എന്ന് വെച്ചാൽ എന്താണ് വിഭവങ്ങൾ ആവശ്യമെങ്കിൽ അത് റിക്വസ്റ്റ് ചെയ്യുവാനും അതുപോലെ തന്നെ എന്താണ് മറ്റുള്ളവരോടൊപ്പം പ്രവർത്തിക്കാനും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ഡയറക്റ്റ് ചെയ്യുവാനുമായിട്ട് ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തി കൈമാറുന്നതാണ് എന്ത് ഡെലിഗേഷൻ അതോറിറ്റി അല്ലെങ്കിൽ ഡെലിഗേഷൻ പവർ എന്ന് പറയുന്നത്. ഒരു ഇൻഡിവിജ്വല് ഒരു ജോലി ഏറ്റെടുത്ത് ഒരു ജോലിയുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രതിനിധി ഉണ്ടാവും, ഒരു ഇൻഡിവിജ്വൽ ഉണ്ടായിരിക്കും. ആളായിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്യും? അദ്ദേഹമായിരിക്കും തീരുമാനങ്ങൾ എടുക്കുന്നത്. വിഭവങ്ങൾ ആവശ്യമെങ്കിൽ റിക്വസിഷൻ ഓഫ് റിസോഴ്സ് ഏതെങ്കിലും തരത്തിൽ വിഭവങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അത് ചോദിക്കുകയും അതിന് വേണ്ട നിർദ്ദേശങ്ങളും കൊടുത്ത് അത് ഓരോ ടാസ്കുകളും എക്സിക്യൂട്ട് ചെയ്ത് ആ ജോബ് ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് ഉത്തരവാദിത്തത്തോടെ കംപ്ലീറ്റ് ചെയ്ത് നിർത്തുന്നതാണ് എന്ത് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. ഒരു പ്രതിനിധി ഉണ്ടാവും, ഒരു പ്രതിനിധി സംഘം വെച്ച ഒരാളായിരിക്കും അത് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, അയാളുടെ ഓർഡറിലായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൺട്രോളിലായിരിക്കുന്നത്. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി is a delivery by one individual to another to right to act, to take decision, to requisition resources, to give direction to others, to act and to execute other tasks in order to fulfill job responsibilities. Okay. അടുത്ത കോൺസെപ്റ്റ് ആണ് പ്രോപ്പർ സ്പാൻ ഓഫ് സൂപ്പർവിഷൻ. പ്രോപ്പർ സ്പാൻ ഓഫ് സൂപ്പർവിഷൻ എന്താണ്? ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ പ്രോപ്പർ ആയിട്ട് സൂപ്പർവൈസ് ചെയ്യുക, മേൽനോട്ടം വഹിക്കുക അല്ലെ. മേൽനോട്ടത്തിന്റെ ശരിയായ പരിധി. ഒരാളുണ്ടായിരിക്കും, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും, അത് മൊത്തത്തിൽ സൂപ്പർവൈസ് ചെയ്യുന്നതിനായിട്ട് അല്ലെ. ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഫുൾ ആയിട്ട് സൂപ്പർവൈസ് ചെയ്യുന്ന മേൽനോട്ടം വഹിക്കുന്നതിനായിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ടാക്കി. പ്രോപ്പർ സ്പാൻ ഓഫ് സൂപ്പർവിഷൻ. പ്രോപ്പർ ആയിട്ട് സൂപ്പർവൈസ് ചെയ്തില്ലെങ്കിൽ എന്താണ് ഓർഗനൈസേഷനിലെ പ്രവർത്തനങ്ങള് നല്ല രീതിയിൽ പ്രവർത്തിക്കില്ല. എംപ്ലോയീസും അതെ മറ്റ് ഡിപ്പാർട്ട്മെന്റ്സുകളും അതെ എന്താണ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് നല്ല സൂപ്പറായിട്ടൊരു പ്രോപ്പർ ആയിട്ടൊരു സൂപ്പർവിഷൻ നടത്തുന്നത്, മേൽനോട്ടം വഹിക്കുന്നത്. അടുത്തത് the degree of specialization. The degree of specialization. എന്താണ് സ്പെഷ്യലൈസേഷൻ? ഒരു വ്യക്തി എങ്ങനെയാണ് സ്പെഷ്യലൈസ്ഡ് ആവുന്നത്? എങ്ങനെയാണ് സ്പെഷ്യലൈസ്ഡ് ആവുന്നത്? എങ്ങനെയാണ് സ്പെഷ്യലൈസ്ഡ് ആവുന്നത്? Under specialization, limited duties are performed regularly and repetitively. From the personal point of view, specialization makes the learning of job routines easier and turns the worker into an expert in his job. ഒരാള് ഒരു ജോലി ഒന്നിൽ കൂടുതൽ ചെയ്താൽ എക്സ്പീരിയൻസ്ഡ് ആവുന്ന അല്ലെ. ഒരു പ്രാവശ്യമല്ല, ഒരു 1-2 വർഷമോ അല്ലെങ്കിൽ 5 വർഷത്തിന് മേലെ ഒരേ തൊഴിൽ തന്നെ 5 വർഷത്തിന് മേലെ ചെയ്യുമ്പോൾ എന്താണ് ആളതിൽ എക്സ്പീരിയൻസ്ഡ് ആവുന്നു, എക്സ്പേർട്ട് ആവുന്നു. താൻ ചെയ്തിരുന്ന ജോലി എന്താണ് അതിന്റെ റുട്ടീൻസ് കുറച്ചും കൂടി എളുപ്പമാകുന്നു. അപ്പൊ അയാൾ എന്താ ചെയ്യുന്നത്? അയാൾ പെർഫോം ചെയ്ത് അയാൾ എക്സ്പേർട്ട് ആയി മാറുന്നു.
അല്ലെ? ഒരു ഓർഗനൈസേഷന്റെ കോൺസെപ്റ്റിൽ സ്ട്രക്ചറിൽ എന്താണ് എക്സ്പേർട്ട് ആയിട്ടുള്ള സ്പെഷ്യലൈസേഷൻ ഉള്ള ഒരു വ്യക്തികൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടൊരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തി ഒന്നിൽ കൂടുതൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്തതിനു ശേഷമാണ് എന്ത് ആളിൽ എന്തുണ്ടാകുന്നു, ആള് ആ ഒരു ജോലിയിൽ എക്സ്പേർട്ട് ആയി മാറുന്നത്, ജോലിയിൽ വിദഗ്ധനായി മാറുന്നത്. അതാണ് എന്താ ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അത് ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിന്റെ മറ്റൊരു കോൺസെപ്റ്റ് ആണ്. ഓക്കെ, then communication channel should be proper. ഇതെന്താണ്? കമ്മ്യൂണിക്കേഷൻ ചാനൽ ഷുഡ് ബി പ്രോപ്പർ. പ്രോപ്പർ ആയിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ചാനൽ കൂടി ഓർഗനൈസേഷന്റെ സ്ട്രക്ചറിൽ ഉൾപ്പെടുന്നതാണ് അല്ലെ? കൃത്യമായ രീതിയിലുള്ള ആശയവിനിമയ സംവിധാനം, അത് ഓർഗനൈസേഷൻ സ്ട്രക്ചറിന്റെ മറ്റൊരു കോൺസെപ്റ്റ് ആണ്. ഓക്കെ, എന്തൊക്കെയാണെന്ന് നോക്കിയേ. കോൺസെപ്റ്റ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ നിങ്ങൾ ഓരോ പോയിന്റ്സ് ആയിട്ട് പഠിക്കുക കേട്ടോ. ഈ ഹെഡ് പോയിന്റ്സിൽ മാത്രം പഠിക്കുക, എക്സ്പ്ലനേഷൻസ് പഠിച്ചു വെക്കണ്ട, മനസ്സിലാക്കി വെക്കാം. ഫസ്റ്റ് കോൺസെപ്റ്റ് എന്താണ്? ടാസ്ക് അക്കംപ്ലിഷ്മെന്റ് ഓർ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ. ടാസ്ക് അക്കംപ്ലിഷ്മെന്റ് ഓർ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ എന്താണ്? ടാസ്ക് പൂർത്തീകരണവും സംതൃപ്തിയും. ടാസ്ക് പൂർത്തീകരിക്കുക, വൃത്തിയായ രീതിയിൽ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക, അതുപോലെ തന്നെ എന്താണ് സംതൃപ്തിയോട് കൂടി വേണം അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഒരു കോൺസെപ്റ്റ് ആണ്. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. മൊത്തം ഇൻഡിവിജ്വൽ, മറ്റ് ഒരു ഡിപ്പാർട്ട്മെന്റിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഒരു ഇൻഡിവിജ്വൽ ഉണ്ടായിരിക്കും. അദ്ദേഹം ആയിരിക്കും മറ്റുള്ളവർക്ക് അതിന്റെ ഡയറക്ഷൻസ്, ഡിസിഷൻസ്, റിസോഴ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് അത് ആ ഒരു ടാസ്കുകൾ എക്സിക്യൂട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് ഒരു പ്രതിനിധി സംഘം ഉണ്ടായിരിക്കും. അതാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. അത് പഠിച്ചു വെക്കുക. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പഠിച്ചു വെക്കുക കേട്ടോ. Then proper span of supervision. നല്ല രീതിയിലുള്ള മേൽനോട്ടം ഉണ്ടായിരിക്കണം. Proper span of supervision. Then the degree of specialization. Degree of specialization. From the personal specialization make the learning of job routines easier and turns the worker into an expert in his job. അല്ലെ? അദ്ദേഹം ചെയ്തിരുന്ന വർക്കിൽ നിന്നും എക്സ്പീരിയൻസ് ചെയ്തതിനു ശേഷമാണ് ആള് എക്സ്പേർട്ട് ആയി മാറുന്നത്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ ചാനൽ ഷുഡ് ബി പ്രോപ്പർ. പ്രോപ്പർ ആയിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ചാനൽ കൂടി ഓർഗനൈസേഷൻ സ്ട്രക്ചറിന്റെ കോൺസെപ്റ്റിൽ ഉൾപ്പെടുന്നതാണ്. 4 കോൺസെപ്റ്റ് ആണ് പ്രധാനമായും ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ ഉൾപ്പെടുന്നത്. ടാസ്ക് അക്കംപ്ലിഷ്മെന്റ്, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, proper span of supervision, the degree of specialization, and communication channel should be proper. Okay. നിങ്ങൾ ഇന്ന് ഉറങ്ങിപ്പോകുന്നുണ്ടോ? വന്ന് ക്ലാസ്സിൽ ഇപ്പൊ 28 ഇത്രയും പിള്ളേരൊക്കെ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി? ലാസ്റ്റ് ഒരു എക്സാമിന്റെ സമയമാകുമ്പോ അത് മനസ്സിലായോ ഇത് മനസ്സിലായോ എന്നൊന്ന് പറയരുതാരും. കുറെ ക്ലാസ്സുകൾ കണ്ടു തീർക്കേണ്ടി വരും കേട്ടോ. ഹ്യൂമൻ റിസോഴ്സ് തന്നെ ഒരുപാട് ക്ലാസ്സുകൾ വരുന്നുണ്ട്. 4 ക്ലാസ്സും കൂടി കിട്ടിയാലേ ചാപ്റ്റർ തീരുള്ളൂ. 4 ക്ലാസ് പോലെ വലിയ ചാപ്റ്ററാണ്. ഓക്കെ, കോൺസെപ്റ്റ് മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. നെക്സ്റ്റ് വരുന്നതാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഒട്ടും എളുപ്പമല്ല. ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ ചെയ്യാന്ന് പറയുന്നത് ഇതിന് ഒരുപാട് പ്രോസസ്സിൽ കൂടി കടന്നു പോകണം. ഏകദേശം ഒരു മൾട്ടി സ്റ്റെപ്സ് ഉള്ള ഒരു പ്രോസസ് ആണ് എന്താ ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ ചെയ്യാന്ന് പറയുന്നത്, മാൻ പവർ പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, മോസ്റ്റ് വാല്യുബിൾ അസറ്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഈസ് ഹ്യൂമൻ റിസോഴ്സസ്. അല്ലെ? ഒരു ഓർഗനൈസേഷന്റെ മോസ്റ്റ് വാല്യുബിൾ ആയിട്ടുള്ള അസറ്റ്, മൂലധനം എന്ന് പറയുന്നത് എന്താണ്? ഹ്യൂമൻ റിസോഴ്സസ് ആണ് അല്ലെ? മനുഷ്യ വിഭവം തന്നെയാണ്. അത് ഓർഗനൈസ് ചെയ്യുക, അത് പ്ലാൻ ചെയ്യാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഓക്കെ, അത് ഒരുപാട് സ്റ്റെപ്സിൽ കൂടി മാത്രമേ അത് കൈകാര്യം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ.
The most valuable asset of an organization is human resource and not more physical equipment. Money or physical equipment or item important എന്ന് പറയുന്നത് എന്താണ്? Human resources ആണ് ഒരു സംഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. Human resources or manpower planning is the process with which a management determines how an organization should move from its current manpower position. It is desired manpower position. എന്തിനാണ് നമ്മൾ ഈ manpower പ്ലാനിങ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് അതിങ്ങനെ മാനേജ് ചെയ്യുന്നത്? നമ്മുടെ കറന്റ് manpower പൊസിഷനിൽ നിന്നും ഡിസയർ ആയിട്ടുള്ള നമ്മൾ ആഗ്രഹിച്ച പൊസിഷനിലേക്ക് എത്തിച്ചേരാനായിട്ടാണ് manpower പ്ലാനിങ് ചെയ്യുന്നത്. ഒരു ഓർഗനൈസേഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് manpowers ഇങ്ങനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നത് അല്ലെ? manpower പൊസിഷൻ കറന്റ് പൊസിഷനിൽ നിന്നും എന്താണ് ഡിസയർ ആയിട്ടുള്ള ആഗ്രഹിക്കപ്പെട്ട ഒരു പൊസിഷനിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അവരെ വ്യക്തമായ രീതിയിൽ പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഓക്കെ. Through planning and management strive to have the right number, the right kind of people at the right place at the right time to do things. So manpower planning ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് പരിശ്രമിക്കുന്നത്. സ്ട്രൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? മാനേജ്മെന്റ് സ്ട്രൈവ്സ് ടു ഹാവ് എന്ന് പറഞ്ഞാൽ എന്താ? മാനേജ്മെന്റ് പരിശ്രമിക്കുന്നത് റൈറ്റ് നമ്പർ ഓഫ് ആൻഡ് റൈറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ അല്ലെ? എത്രത്തോളം നമ്പർ ആൾക്കാർ, എത്രത്തോളം നമ്പർ എംപ്ലോയീസ്, അത് ആരൊക്കെ കറക്റ്റ് ആയിട്ടുള്ള പ്ലേസിൽ അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള പ്ലേസിൽ റൈറ്റ് ടൈമിൽ അല്ലെ ആവശ്യമായിട്ടുള്ള സമയത്ത് അവരെ കൊണ്ട് ആ ഒരു വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ അവരെ ഹ്യൂമൻ റിസോഴ്സിന്റെ ആ മാൻപവർ എന്തിനു വേണ്ടിയിട്ടാണ്? ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ലേ? ആരൊക്കെ നമ്മള് ഒബ്ജക്റ്റീവ്സിലോ പ്രിൻസിപ്പിളിലൊക്കെ പഠിച്ചില്ലേ? the right person in the right position എന്ന് പറഞ്ഞില്ലേ? ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലികള് അവർക്ക് ഓരോരുത്തർക്കായിട്ട് വീതിച്ചു കൊടുക്കുക എന്നതാണ് അതിനർത്ഥം. ഓക്കെ. അപ്പോ ആരൊക്കെ എവിടെയൊക്കെ പ്ലേസ് ചെയ്യണം എന്നുള്ളത് അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ട് വേണം ഓർഗനൈസ് ചെയ്യാനായിട്ട്, പ്ലാൻ ചെയ്യാനായിട്ട്. Yes, based on qualification, which result in both the organization and the individual receiving the maximum long range of benefits. അപ്പൊ ശരിയായ സ്ഥലത്ത് ശരിയായ ആളുകളെ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഒരു ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു മാനേജ്മെന്റ് പ്രധാനമായിട്ടും ശ്രമിക്കുന്നത്. മനസ്സിലായോ? എന്താണ്? ശരിയായ സ്ഥലത്ത് ശരിയായ ആളുകളെ നിയമിക്കുക എന്നതിന് വേണ്ടിയിട്ടാണ് ഒരു മാനേജ്മെന്റ് പ്രവർത്തിക്കുന്നത്. ഓക്കെ. അങ്ങനെയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ് ചെയ്യുന്നത്. ഓക്കെ. ഇതാണ് ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗത്തിൽ പറയുന്നത്. ഇനി ഈ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിന് ഒരുപാട് പ്രോസസ് ഉണ്ട്. ഒരു മൾട്ടി സ്റ്റെപ്പ് പ്രോസസ് ആണ്. ഏകദേശം ഒരു 5 പ്രോസസ്സിലൂടെയാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് കടന്നു പോകുന്നത്. ഓക്കെ. ഇറ്റ്സ് എ മൾട്ടി സ്റ്റെപ്പ് പ്രോസസ്. ഇതിന്റെ ഹെഡ് പോയിന്റ്സ് മാത്രം നിങ്ങൾ പഠിക്കാട്ടോ. അതിനുള്ളിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഹെഡ് പോയിന്റ്സ് മാത്രം പഠിച്ചു വെക്കണം. ഓക്കെ. ഇറ്റ്സ് എ മൾട്ടി സ്റ്റെപ്പ് പ്രോസസ്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആണ് ഏറ്റവും ബുദ്ധിമുട്ട്. ഹ്യൂമൻ റിസോഴ്സിനെ കൺട്രോൾ ചെയ്യാന്നുള്ളത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ഡിസൈഡ് ഗോൾ ഓർ എയിംസ്. ടു ഡിസൈഡ് ഗോൾ ഓർ എയിംസ്. അണ്ടർലൈൻ ചെയ്ത് പോവാട്ടോ. എന്താണ്? ടു ഡിസൈഡ് ലക്ഷ്യം ഉണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയുള്ള ലക്ഷ്യമാണ്? മെയിൻ പർപ്പസ് ഈസ് വൺ ഓഫ് ദ മാച്ചിങ് ഓഫ് fitting employee abilities to enterprise requirements, emphasizing on future instead of present arrangements. എന്താണ്? കഴിവുള്ള ജീവനക്കാരെ നിയമിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം അല്ലെ? കഴിവുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ജീവനക്കാരെ നിയമിക്കുക എന്നുള്ളതാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിന്റെ ഫസ്റ്റ് ലക്ഷ്യം, മെയിൻ ഗോൾ എന്ന് പറയുന്നത്. ഓക്കെ. അത് മാത്രമല്ല നിലവിലുള്ള ക്രമീകരണത്തെ ഭാവിയിലേക്ക് ഊന്നൽ നൽകുന്നു. ഇപ്പൊ തിരഞ്ഞെടുക്കുന്ന ആ കഴിവുള്ള ജീവനക്കാരെ ഭാവിയിലേക്ക് കൂടി എക്സ്പെക്ട് ചെയ്തിട്ടാണത്. ആ ഒരു ലക്ഷ്യം വഹിച്ചുകൊണ്ടാണ് അത്തരത്തിലുള്ള ജീവനക്കാരെ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാളിഫൈഡ് ആയിട്ടുള്ള ജീവനക്കാരെ തിരഞ്ഞെടുക്കുക, എബിലിറ്റി ഉള്ള ഏബിൾ ആയിട്ടുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കുക എന്നതാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിന്റെ ഫസ്റ്റ് ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ. ഓക്കെ.
Then second step എന്താണ്? First step to decide goals or aim. Second step എന്താണ്? To estimate future organizational structure and manpower needs. എന്താണ്? To estimate future organizational structure and manpower needs. എന്താണ്? ഭാവിയിലെ ഓർഗനൈസേഷനും അതുപോലെ തന്നെ എന്താണ് എംപ്ലോയീസിന്റെ ആവശ്യകതകളും അല്ലെ, അതിന്റെ ആവശ്യകത മാൻപവേഴ്സിന്റെ ആവശ്യകതകളും കണക്കാക്കുന്ന രീതിയിലായിരിക്കണം രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഉൾപ്പെടുത്തേണ്ടത്. എസ്റ്റിമേറ്റ് ഫ്യൂച്ചർ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഫ്യൂച്ചർ ഓർഗനൈസേഷനിലെ ഈ ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം എന്ന് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കണം. എത്ര ടൈപ്പ് ഓഫ് മെമ്പേഴ്സ്, എത്ര ടൈപ്പ് ഓഫ് എംപ്ലോയീസ് ഉണ്ടായിരിക്കും, എങ്ങനെയാണ് അവരെ നിയമിക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഫ്യൂച്ചർ എസ്റ്റിമേഷൻ ഉണ്ടായിരിക്കണം. ഭാവിയിൽ ഇത്രത്തോളം തൊഴിലാളികൾ വരാം, ഇത്ര പേരെ ഇത്ര ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റാം എന്നുള്ളൊരു കണക്ക് കൂട്ടൽ ഉണ്ടായിരിക്കുകയും വേണം. മാത്രമല്ല മാൻ പവർ നീഡ്സ് അല്ലെ, മാൻ പവർ നീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാൻ പവർ നീഡ്സ് ജീവനക്കാരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന തരത്തിലായിരിക്കണം അല്ലെ, ജീവനക്കാരുടെ ആവശ്യങ്ങളും നിറവേറ്റുന്നത് കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം അത്തരത്തിലൊരു ഫ്യൂച്ചർ പ്ലാനും സെറ്റ് ചെയ്യുമ്പോൾ, എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ കണക്കിലെടുക്കേണ്ടത്. Okay, the management must evaluate the structure of organization at given point in time. For this evaluation, the number of type of employees required must be determined. ഏതൊക്കെ എത്ര തൊഴിലാളികൾ ഈ ഭാവിയിലേക്ക് തിരഞ്ഞെടുക്കാം, അവരുടെ ആവശ്യകതകൾ എന്തൊക്കെയാണ്, അതെല്ലാം തിരിച്ചറിഞ്ഞിട്ട് വേണം അടുത്തൊരു പ്ലാനിന് തയ്യാറാക്കേണ്ടത്. Okay, to estimate future organization structure and manpower needs. Third step എന്താണ്? To audit human resources. To audit human resources. Audit human resources എന്ന് പറഞ്ഞാൽ എന്താണ്? Once the future human resources needs are estimated, the next step is to decide the present supply of manpower resources. ഇനി ഏതൊക്കെ രീതിയിലുള്ള ആൾക്കാരെയാണ് തിരഞ്ഞെടുക്കേണ്ടത്? This is done through what is called skill inventory. അപ്പോ ഇനി തൊഴിലാളികളെ തിരഞ്ഞെടുക്കണമെങ്കിൽ ഒരു സ്കിൽ ഇൻവെന്ററി ചെക്ക് ചെയ്തിട്ട് മാത്രമായിരിക്കണം തൊഴിലാളികളെ തിരഞ്ഞെടുക്കേണ്ടത്. എന്താണ് സ്കിൽ ഇൻവെന്ററീസ് എന്ന് പറഞ്ഞാല്? സ്കിൽ ഇൻവെന്ററീസ് consist of data about each employee's skills, abilities, work preference and other items of information indicating his overall value to the company. എന്താണ് സ്കിൽ ഇൻവെന്ററി എന്ന് പറഞ്ഞാല്? ഒരു എംപ്ലോയിയുടെ ഡാറ്റാ ബേസിസ് ആണ് അല്ലെ, ഒരു എംപ്ലോയിനെ കുറിച്ചിട്ടുള്ള ഡാറ്റാ ബേസിസ് ആണ് എന്ത്? അതായത് ഓരോ ജീവനക്കാരെയും കുറിച്ചിട്ടുള്ള ഒരു ഡാറ്റ ഉൾക്കൊള്ളുന്നതാണ് സ്കിൽ ഇൻവെന്ററി എന്ന് പറയുന്നത്. എന്താണ്? ഓരോ ജീവനക്കാരെയും കുറിച്ചിട്ടുള്ള ഒരു ഡാറ്റ ഉൾക്കൊള്ളുന്നതാണ് എന്ത്? സ്കിൽ ഇൻവെന്ററി. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും? സ്കിൽസ് അല്ലെ, അവരുടെ പ്രത്യേക സ്കിൽസുകൾ എന്തൊക്കെയാണ്? ക്വാളിഫിക്കേഷൻസ്, എബിലിറ്റീസ്, വർക്ക് പ്രിഫറൻസ്, ഓവറോൾ ആ കമ്പനിയിലോടുള്ള ആളുടെ ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, ഇത്തരം കാര്യങ്ങൾ അടങ്ങിയ ഒരു ഡാറ്റ ഓരോ എംപ്ലോയീസിന്റെയും ഉണ്ടായിരിക്കും. അതിനെയാണ് സ്കിൽ ഇൻവെന്ററീസ് എന്ന് പറയുന്നത്. അതായത് ഭാവിയിലെ ഹ്യൂമൻ റിസോഴ്സസിന്റെ ആവശ്യകതകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ സപ്ലൈ ആണ്, ഹ്യൂമൻ റിസോഴ്സിന്റെ സപ്ലൈ ആണ് അല്ലെ. അപ്പൊ സപ്ലൈ ചെയ്യുന്നതിന് എന്താണ്? സപ്ലൈ ചെയ്യുന്നതിനെയാണ് ഹ്യൂമൻ ഇൻവെന്ററീസ് എന്ന് വിളിക്കുന്നത്. ഹ്യൂമൻ ഇൻവെന്ററീസ് ചെയ്യുമ്പോൾ എന്താണ്? അവരുടെ ഫുൾ കാര്യങ്ങൾ അല്ലെ, ഒരു എംപ്ലോയീസിന്റെ ഫുൾ കാര്യങ്ങൾ, അവരുടെ മെയിൻ ക്വാളിഫിക്കേഷൻസ്, എബിലിറ്റീസ്, അവരുടെ വർക്ക് പ്രിഫറൻസുകൾ, ആ കമ്പനിയിൽ അവരുടെ പെരുമാറ്റങ്ങൾ, ആറ്റിറ്റ്യൂഡ്സ്, ഇതെല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് ആളെ സപ്ലൈ ചെയ്യുന്നത്, ഓരോ മാൻ പവർ റിസോഴ്സിനെ സപ്ലൈ ചെയ്യുന്നത്. ടു ഓഡിറ്റ് ഹ്യൂമൻ റിസോഴ്സസ്. അങ്ങനെ ഏബിൾ ആയിട്ടുള്ളവരെ മാത്രമാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ,
ഓരോരുത്തരുടെയും ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളിലും സെലക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് to plan job requirements and job descriptions. To plan job requirements and job description. ജോലിയുടെ ആവശ്യകതയും ജോലി വിതരണവും. Okay. After taking a decision on how many person would be needed, അങ്ങനെ ഈ ഡാറ്റാബേസസ് ഒക്കെ കളക്ട് ചെയ്തതിനു ശേഷം എന്താണ് എത്ര പേരെ ആവശ്യമുണ്ട്, എത്ര പേരെയാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു തീരുമാനം അവിടെ ഉണ്ടാകുന്നത് അല്ലെ. ഇറ്റ് ഈസ് നെസസറി ടു പ്രിപ്പയർ എ ജോബ് അനാലിസിസ്. ആ ഒരു സമയത്താണ് ജോബ് അനാലിസിസ് ചെയ്യുന്നത്, ജോലി വിതരണം ചെയ്യുന്നത്. ഓക്കെ. റെക്കോർഡിംഗ് ഡീറ്റെയിൽസ് ഓഫ് ട്രെയിനിങ് അല്ലെ, ആള് ചെയ്തിരുന്ന ട്രെയിനിങ് റെക്കോർഡിങ്സുകള്, അവരുടെ സ്കില്ല്, ക്വാളിഫിക്കേഷൻസ്, എബിലിറ്റീസ്, എക്സ്പീരിയൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എക്സെട്ര. ഇത്തരം കാര്യങ്ങള് വിശദമായി പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് ആളെ നിയമിക്കുന്നത്. ഇതൊക്കെ കാര്യങ്ങളാണ് ആളുടെ സ്കില്ല്, ക്വാളിഫിക്കേഷൻ, എബിലിറ്റീസ്, എക്സ്പീരിയൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ഒരു വർക്കിനുള്ള റെസ്പോൺസിബിലിറ്റി എങ്ങനെയാണെന്നുള്ളത് ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമാണ് ആ ജോബ്, അങ്ങനെ അത്തരം കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് ഒരു ജോബ് അനാലിസിസ് ചെയ്യുന്നത്, ഒരു ജോലി വിശകലനം ചെയ്യുന്നത്. ഓക്കെ. വിച്ച് ആർ നീഡഡ് ഫോർ എ ജോബ്. ജോബ് അനാലിസിസ് ഇൻക്ലൂഡ് ദ പ്രിപ്പറേഷൻ ഓഫ് ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ജോബ് സ്പെസിഫിക്കേഷൻ. ഒരു ജോബ് അനാലിസിസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? പ്രിപ്പറേഷൻ ഓഫ് ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ജോബ് സ്പെസിഫിക്കേഷൻ. അതായത് എത്ര പേരെ വേണം, എത്ര പേരെ ജോലിക്കായിട്ട് തയ്യാറാക്കണം അല്ലെ, എത്ര പേർക്ക് പരിശീലനം നൽകണം, എത്ര പേര് കഴിവുകൾ എന്നതൊക്കെ നോക്കിയിട്ട് വേണം അത് അനലൈസ് ചെയ്യേണ്ടത്. ഓക്കെ. അതിനുശേഷം മാത്രമാണ് ജോലിയുടെ വിശദാംശങ്ങൾ തയ്യാറാക്കപ്പെടുന്നത്. അപ്പോ ഇവിടെ 2-3 ടേംസുകൾ വരുന്നുണ്ട്, അതാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. എന്താണ് ജോബ് അനാലിസിസ്, എന്താണ് ജോബ് റിക്വയർമെന്റ്സ്, എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷൻസ്. അത് മൂന്നായിട്ട് തന്നെ പഠിക്കണം. ഓക്കെ. എന്താണ് ജോബ് അനാലിസിസ് എന്ന് പറയുന്നത്? ജോലി വിശകലനം. എന്താണ് job analysis? The process of determining and recording the relevant information about particular job, including tasks, involved the knowledge and skill needed to perform the job. Job analysis എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? Process of determining and recording the relevant information about particular job. തന്നിരിക്കുന്ന ഒരു ജോലി അല്ലെങ്കിൽ ടാസ്ക് എത്രത്തോളം സ്കിൽഡ് ആയിട്ട് നോളജബിൾ ആയിട്ട് പെർഫോം ചെയ്യുന്നു എന്നതാണ് ജോബ് അനാലിസിസ്. ജോലി വിശകലനം ചെയ്യുക. ആൾ ചെയ്യുന്ന ജോലി എങ്ങനെ നമുക്ക് വിശകലനം ചെയ്യാൻ പറ്റും? ആളുടെ സ്കില്ലിലൂടെ, നോളജിലൂടെ ആ ജോലി എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് റെക്കോർഡിംഗ് ഉണ്ടായിരിക്കും അല്ലെ. അതൊക്കെ വിശകലനം ചെയ്തിട്ടാണ് ജോബ് അനാലിസിസ് സെറ്റ് ചെയ്യുന്നത്. ജോബ് അനാലിസിസ് ജോലി വിശകലനം ചെയ്യുന്നത് ആളുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നോക്കിയിട്ടാണ്. ഓക്കെ. The responsibility attached to the job and the ability to required to perform the job successfully. ആൾ എത്രത്തോളം ആ ജോലി റെസ്പോൺസിബിലിറ്റി ആയിട്ട് ചെയ്യുന്നു, ആ ജോലിയോടുള്ള അറ്റാച്ച്മെന്റ് എങ്ങനെയാണ്, അതെങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യുന്നത് വ്യക്തമായി അന്വേഷിച്ചതിന് ശേഷം മാത്രമാണ് എന്താ ആളെ അവിടെ നിയമിക്കുന്നത്. ഓക്കെ. ആ ജോലി മോശമായി ചെയ്യുന്നതാണെങ്കിൽ ആളെ എന്താണ് പിരിച്ചുവിടുന്നത്. ഓക്കെ. ഉത്തരവാദിത്തത്തോടെ ആൾ ചെയ്ത് തീർക്കുന്നുണ്ടെങ്കിൽ എന്താണ് ആളെ അവിടെ സ്ഥിരമായിട്ട് നിയമിക്കുകയും ചെയ്യുന്നു. ഓക്കെ. അപ്പൊ അതാണ് ജോബ് അനാലിസിസിൽ ഉൾപ്പെടുന്നത്. ഇനി എന്താണ് ജോബ് റിക്വയർമെന്റ്സ്? ജോബ് റിക്വയർമെന്റ്സ് എന്താണ്? അണ്ടർലൈൻ ചെയ്യണേ. ജോബ് റിക്വയർമെന്റ്സ് എന്താണ്? ജോബ് റിക്വയർമെന്റ്സ് ആർ qualifications and skills needed for a certain position. എന്താണ് ജോബ് റിക്വയർമെന്റ്സ്? അതായത് ഒരു നിശ്ചിത സ്ഥാനത്ത് അല്ലെ, ഒരു നിശ്ചിത പൊസിഷനില് ആവശ്യമായിട്ടുള്ള കഴിവുകളും എബിലിറ്റീസ് ഉള്ളവരെ നിയമിക്കുന്നതാണ് എന്ത്? ജോബ് റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്. നിശ്ചിത സ്ഥാനത്ത് ആവശ്യമായിട്ടുള്ള കഴിവുകളും ക്വാളിഫിക്കേഷൻസ് ഉള്ളവരെ നിയമിക്കുന്നതിനെയാണ് എന്ത്? തൊഴിൽ ആവശ്യകതകൾ എന്ന് പറയുന്നത്.
Job requirements are qualifications and skills needed for a certain position. പ്രത്യേക പൊസിഷൻസിലേക്ക് അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നിയമിക്കുന്നതിനെയാണ് എന്താ ജോബ് റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷൻ? അപ്പോ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജോബ് ഡിസ്ക്രിപ്ഷൻ, job description or JD. Job description ഷോർട്ട് ആയിട്ട് എഴുതിയിരിക്കുന്നതാണ് എന്ത്? JD. Job description is a written account. ജോലി വിശദീകരണം എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു written account ആണ് അല്ലെ? Narrate the general task or other related duties and responsibility of a position. ഒരാളുടെ ജോലിയെ വിശകലനം ചെയ്തിരിക്കുന്നത് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതിയിരിക്കുന്നത് ഒരാൾ എന്തൊക്കെ ചെയ്യുന്നു അല്ലെ, ആളുടെ ജനറൽ ടാസ്കുകൾ എന്തൊക്കെയാണ്, ആളുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്, പൊസിഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെ വിശദമായി എഴുതിയിരിക്കുന്നതാണ് എന്ത്? ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു രേഖാമൂലമുള്ള ഒരു അക്കൗണ്ട് ആണ് എന്ത്? റിട്ടേൺ ആയിട്ടുള്ള ഒരു അക്കൗണ്ട് ആണിത് ജോബ് ഡിസ്ക്രിപ്ഷൻ. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്? ഒരാളുടെ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്? ജനറൽ ടാസ്കുകൾ, അദ്ദേഹം ചെയ്യുന്ന ജനറൽ ടാസ്കുകള്, ഡ്യൂട്ടീസ്, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസുകള്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് പൊസിഷൻ. ഏത് പൊസിഷനിലാണ് വർക്ക് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാം ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് അതിൽ എഴുതിയിട്ടുണ്ടായിരിക്കും. അതിനെയാണ് എന്ത് പറയുന്നത്? ജോബ് ഡിസ്ക്രിപ്ഷൻ അല്ലെ? ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത് നാലാമത്തെ സ്റ്റെപ്പാണ്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിന്റെ നാലാമത്തെ സ്റ്റെപ്പാണ് ഇപ്പൊ പറഞ്ഞത്. ടു പ്ലാൻ ജോബ് റിക്വയർമെന്റ്സ് ആൻഡ് ജോബ് ഡിസ്ക്രിപ്ഷൻസ് എന്ന് പറഞ്ഞത്. ഇതിൽ എന്തൊക്കെ വരുന്നുണ്ട്? ജോബ് അനാലിസിസ് വരുന്നു, ജോബ് ഡിസ്ക്രിപ്ഷൻ വരുന്നു, ജോബ് റിക്വയർമെന്റ്സ് വരുന്നു. ഇത് മൂന്നും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഫിഫ്ത് സ്റ്റെപ്പാണ്. അഞ്ചാമത്തെ പ്രോസസ് ആണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിന്റെ അഞ്ചാമത്തെ പ്രോസസ് ആണ് എന്ത്? ടു ഡെവലപ്പ് എ ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ. ടു ഡെവലപ്പ് എ ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ. എന്താണ് ടു ഡെവലപ്പ് എ ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ? ഒരു നല്ലൊരു ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ ഡെവലപ്പ് ചെയ്യണം. The step refers to develop an implementation of human resource plan. എന്താണ് നേരത്തെ ഉണ്ടായിരുന്ന നിയമങ്ങളെക്കാൾ കൂടുതൽ കുറച്ചുകൂടി ഡെവലപ്മെന്റ്സ് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടായിരിക്കണം ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ തയ്യാറാക്കേണ്ടത്. അതായത് കൂടുതൽ നിയമങ്ങളും മറ്റ് സാധ്യതകളൊക്കെ ഉൾപ്പെടുത്തി കൊണ്ടുവേണം ആ ഒരു ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ, ആ ഒരു ആസൂത്രണം തയ്യാറാക്കേണ്ടത്. Which consists of finding out the source of labor supply in order to make an effective use of these sources. എങ്ങനെ ലേബർ സപ്ലൈ ഇഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാം അല്ലെ, ഹ്യൂമൻ റിസോഴ്സിനെ ഇഫക്റ്റീവ് ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യാം എന്നതായിരിക്കണം ആ ഒരു പ്ലാനിങ്ങിൽ ഉൾപ്പെടുത്തേണ്ടത് അല്ലെ. എത്രത്തോളം നല്ല രീതിയിൽ മാനുഷിക വിഭവശേഷി നമുക്ക് പ്രയോജനപ്പെടുത്താം എന്ന രീതിയിലുള്ള ഒരു പ്ലാൻ ആയിരിക്കണം തയ്യാറാക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതിനാണ് ആദ്യമായിട്ട് ഒരു പോളിസി രൂപീകരിക്കാനാണ് അവിടെ പറയുന്നത്. ഫസ്റ്റ് തിങ് ഈസ് therefore is to decide on പോളിസി. അപ്പൊ ആദ്യമായിട്ട് അങ്ങനെ ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ ഡെവലപ്പ് ചെയ്യുന്നതിനായിട്ട് ഒരു പോളിസി രൂപീകരിക്കാനായിട്ട് ഇവിടെ പറയുന്നു. ആ പോളിസിയിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത്? Should the person be hired from within through promotion channel or should it be obtained from an outside source? ഒന്നില്ലെങ്കിൽ ആ ജോലി സ്ഥാപനത്തിലുള്ളവരെ തന്നെ മറ്റു പൊസിഷൻസിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ ഔട്ട്സൈഡ്സിൽ നിന്ന് എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുക. ഒന്നില്ലെങ്കിൽ എന്താണ് ആ ഓർഗനൈസേഷനിലുള്ളവരെ തന്നെ എന്താണ് മറ്റ് അതിന്റെ ഹയർ പൊസിഷൻസിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ എന്താണ് ഔട്ട്സൈഡ്സിലുള്ള ഹ്യൂമൻ റിസോഴ്സിനെ എന്താണ് സെലക്ഷൻ പ്രോസസ്സിലൂടെ അകത്തേക്ക് കൊണ്ടുവരാം. അതും അല്ലെങ്കിൽ എന്താണ് ബെസ്റ്റ് പോളിസി എല്ലാ ഓർഗനൈസേഷനും ഫോളോ ചെയ്യുന്നത് എന്താണ്? ബെസ്റ്റ് പോളിസി ഫോളോഡ് ബൈ പോസ്റ്റ് ഓർഗനൈസേഷൻ എന്തൊക്കെയാണ്? To fill up higher vacancies by promotion and higher vacancies by promotion and higher vacancyയിലുള്ള ജീവനക്കാർക്ക് പ്രമോഷൻ നൽകുന്നു അല്ലെ. ഹയർ വേക്കൻസീസിലുള്ള ജീവനക്കാരെ പ്രമോഷൻ നൽകിയിട്ട് എന്താണ് മുന്നിലുള്ള പൊസിഷൻസിലേക്ക് മാറ്റുന്നു. ഇനി ലോവർ ലെവലിലുള്ള എംപ്ലോയീസിന് എന്താണ് ചെയ്യുന്നത്?
ലോവർ ലെവലിലുള്ള എംപ്ലോയീസ് എവിടെ നിന്നാണ് റിക്രൂട്ട് ചെയ്യുന്നത്? ലേബർ മാർക്കറ്റിൽ നിന്ന് അല്ലെ? തൊഴിലാളി സംഘടനയിൽ നിന്നാണ് അല്ലെങ്കിൽ തൊഴിലാളി മാർക്കറ്റിൽ നിന്നാണ് ലോവർ ലെവൽ പൊസിഷനിലുള്ള ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, അപ്പൊ മോസ്റ്റ് ഓർഗനൈസേഷൻ ചെയ്യുന്ന എന്താണ്? ഹയർ വേക്കൻസീസിലുള്ളവരെയൊക്കെ പ്രൊമോഷൻ കൊടുത്ത് അതൊരു പ്ലാനാണ്, ഹ്യൂമൻ റിസോഴ്സിന്റെ ഒരു പ്ലാനാണ്. ഹയർ പൊസിഷനിലുള്ളവർ, ഹയർ വേക്കൻസീസ് ഉള്ളവരെ പ്രൊമോഷൻ കൊടുത്ത് മുകളിലെ പൊസിഷനിലേക്ക് മാറ്റും. പക്ഷെ ലോവർ ലെവൽ പൊസിഷനിലുള്ളവർ എങ്ങനെയാണ് റിക്രൂട്ട് ചെയ്യുന്നത്? ലേബർ മാർക്കറ്റിൽ നിന്നുമാണ് അവരെ സെലക്ട് ചെയ്യുന്നത്. കുറെ ഓർഗനൈസേഷൻസ് ഉണ്ടായിരിക്കും അല്ലെ? അപ്പൊ ആ ഓരോ ലേബർ മാർക്കറ്റിൽ നിന്നുമാണ് ലോവർ താഴെത്തട്ടിലുള്ള ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, അങ്ങനെ ഒരു തരത്തിലുള്ള പോളിസീസ് ആണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിന്റെ പുതിയ ആസൂത്രണത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, അതിൽ എന്തൊക്കെയാണ് വരുന്നത്? മെയിൻ ആയിട്ട് ലേബർ സപ്ലൈ കൂട്ടാൻ വേണ്ടിയിട്ട്, ഹ്യൂമൻ റിസോഴ്സസ് മാക്സിമം അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്? ആദ്യം ഒരു പോളിസി രൂപീകരിക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്പ് ചെയ്യാനായിട്ടൊരു പോളിസി രൂപീകരിക്കാൻ ആവശ്യപ്പെടുന്നു അല്ലെ? അതിനുശേഷം എന്താണ്? ഒന്നില്ലെങ്കിൽ അതിനകത്തുള്ളവരെ സെലക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുന്നു. ഇതില് അകത്തുള്ളവരെ തന്നെ അല്ലെ? should be person hired from within, so promotion channel should be obtained from outside sources. അല്ലെങ്കിൽ എന്താണ് മിക്ക ഓർഗനൈസേഷനും ഫോളോ ചെയ്യുന്നത് എന്താണെന്നാണ് പറയുന്നത്? ഫിൽ അപ്പ് ഹയർ വേക്കൻസി. ഹയർ വേക്കൻസികൾ ഫിൽ ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രമോഷൻ കൊടുത്തിട്ടാണ് അല്ലെ? പ്രമോഷൻ കൊടുത്തിട്ട് ഫിൽ ചെയ്യും. അല്ലെങ്കിൽ ലോവർ ലെവൽ പൊസിഷനുള്ള ജീവനക്കാരെ എങ്ങനെയാണ് നിയമിക്കുന്നത്? ലേബർ മാർക്കറ്റിൽ നിന്നുമാണ് അവരെ റിക്രൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ 5 മൾട്ടി സ്റ്റെപ്സിലൂടെയാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങൾ നടക്കുന്നത്. These are the 5 multi-step process in human resource planning. Okay. എന്തൊക്കെയാണ് multi-step process? ഏതൊക്കെയാണ്? To decide goals or aims. എന്താണ് to decide goal or aims എന്ന് പറഞ്ഞാല്? എന്താണ്? കഴിവുള്ള ജീവനക്കാരെയാണ് സെലക്ട് ചെയ്യുക അല്ലെ? കഴിവുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ജീവനക്കാരെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ അത് മാത്രം പഠിക്കാട്ടോ. ടു ഡിസൈൻ ഗോൾ ഓർ എയിംസ് എന്നുള്ളത് പഠിക്കാം. നെക്സ്റ്റ്, ടു എസ്റ്റിമേറ്റ് ഫ്യൂച്ചർ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആൻഡ് മാൻ പവർ നീഡ്സ്. പിന്നെന്താണ്? ഓർഗനൈസേഷൻ സ്ട്രക്ചറിന്റെ ഫ്യൂച്ചർ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം, അതിന്റെ ഒരു കണക്ക് അല്ലെ? എത്ര എംപ്ലോയീസ് ഉണ്ടായിരിക്കണം എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എസ്റ്റിമേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ്? മാൻ പവർ നീഡ്സുകൾ കണക്കിലെടുക്കുക അല്ലെ? ജീവനക്കാരുടെ ആവശ്യങ്ങൾ കണക്കിലെടുക്കേണ്ടതാണ്. ഓക്കെ, then to audit human resources. To audit human resources underline ചെയ്യാം. അതിൽ സ്കിൽ ഇൻവെന്ററി ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് സ്കിൽ ഇൻവെന്ററി എന്ന് അണ്ടർലൈൻ ചെയ്യാം. എന്താണ് സ്കിൽ ഇൻവെന്ററി എന്ന് പറഞ്ഞാല്? സ്കിൽ ഇൻവെന്ററി കൺസിസ്റ്റ് ഓഫ് ഡാറ്റ അബൌട്ട് ഈച്ച് എംപ്ലോയീസ് skills, ability, work preference and other items of information in indicating his overall value to the company. Skill inventory important ആണ്, underline ചെയ്യാം. Okay. To plan job requirements and job description അല്ലെ? ജോലി ആവശ്യകതയും ജോലി വിതരണവും ഉണ്ടായിരിക്കണം അല്ലെ? അവരുടെ ക്വാളിഫിക്കേഷൻസ് എബിലിറ്റീസ് അനുസരിച്ചായിരിക്കണം ജോബ് ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കേണ്ടത്. ജോബ് അനാലിസിസ് ചെയ്ത് അതിനുശേഷം ജോബ് റിക്വയർമെന്റ്സ് കൊടുക്കുക. ജോബ് റിക്വയർമെന്റ്സിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? ക്വാളിഫിക്കേഷൻ ആൻഡ് സ്കിൽസ് ഫോർ എ സർട്ടൻ പൊസിഷൻ. ജോബ് റിക്വയർമെന്റ്സ് ഇമ്പോർട്ടന്റ് ആണ്. ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണ്? ജോബ് ഡിസ്ക്രിപ്ഷൻ ഇസ് എ റിട്ടേൺ അക്കൗണ്ട് അല്ലെ? ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റിട്ടേൺ അക്കൗണ്ട് ആണ്. അത് എന്തൊക്കെ കാര്യങ്ങളാണ് അനലൈസ് ചെയ്യുന്നത്? ജനറൽ ടാസ്ക്, റിലേറ്റഡ് ടു ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റി ആൻഡ് പൊസിഷൻ. ഇത്തരം കാര്യങ്ങളാണ് ജോബ് ഡിസ്ക്രിപ്ഷനിൽ നോക്കുന്നത്. ഓക്കെ, ഒരു വ്യക്തിയുടെ പൊസിഷൻ എങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എങ്ങനെയാണ്, ടാസ്ക് എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നതാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. Okay. Next step, to develop a human resource plan. എന്താണ്?
ഒരു ഹ്യൂമൻ റിസോഴ്സ് പ്ലാന് സെറ്റ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രോപ്പർ ആയിട്ട് ലേബർ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ? അതിനൊരു പോളിസീസ് രൂപീകരിക്കുക. പിന്നെന്താണ്? ഹയർ വേക്കൻസീസ് ഉള്ളവരെ എങ്ങനെയാണ് പ്രമോഷൻസ് കൊടുക്കുക. ലോവർ ലെവൽ പൊസിഷൻസിലുള്ള ജീവനക്കാരെ ലേബർ മാർക്കറ്റിൽ നിന്നും റിക്രൂട്ട് ചെയ്യുക. അങ്ങനെയായിരിക്കണം ലേബർ സപ്ലൈ കൂട്ടാനായിട്ട് സാധിക്കേണ്ടത്. ലേബർ സപ്ലൈ കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോരുത്തരും പുതിയതായിട്ട് സെലക്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ടു ഡെവലപ്പ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ. എന്താണ്? ഉയർന്ന ഒഴിവുകളെ പ്രൊമോഷനിലൂടെയും അല്ലാത്തത് എങ്ങനെയാണ്? ലോവർ ലെവൽ പൊസിഷൻ ലേബർ മാർക്കറ്റിലൂടെയുമാണ് റിക്രൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ സംശയമുണ്ടോ? ക്ലിയർ ആണോ ഇത്? നിങ്ങൾ ക്ലാസ്സില് നിങ്ങളുടെ ഇപ്പൊ ബി ബാച്ചുകാരുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടോ? നിങ്ങൾക്ക് ഉണ്ടോ വാട്സപ്പ് ഗ്രൂപ്പ്? ഉണ്ടോ നിങ്ങൾക്ക്? നിങ്ങളുടെ ക്ലാസ്മേറ്റ്സ് തമ്മിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടോ? യെസ്, ഉണ്ടെങ്കിൽ ഉള്ള കുട്ടികളോട് ക്ലാസ് കയറാൻ പറയണം കേട്ടോ, അറ്റൻഡ് ചെയ്യാൻ പറയണം. 23 പേരേ ഉള്ളൂ. എന്തോരം കുട്ടികളുണ്ടായ ക്ലാസ് ആണ്? ഓക്കെ, ക്ലാസ്സിൽ കയറാൻ മാക്സിമം പറ്റുന്നവരോട് കയറാൻ പറയാം കേട്ടോ. ഓക്കെ, എടുത്ത ഭാഗങ്ങൾ നന്നായിട്ട് വായിച്ചിട്ട് വരാം കേട്ടോ. ക്യാരക്ടറിസ്റ്റിക്സ് തുടങ്ങി ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ദെൻ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിന്റെ 5 സ്റ്റെപ്സുകൾ വരെ പഠിച്ചിട്ട് വരാം. ഓക്കെ, താങ്ക് യു. ലീവ് ചെയ്തോളൂ.